ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യുക, ഫോട്ടോസ് എങ്ങനെയാണ് ക്യാൻവയിലോട്ടേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാനൊക്കെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനാദ്യം ക്യാൻവ ഓപ്പൺ ചെയ്യുക. ദെൻ കസ്റ്റം സൈസിൽ നെയിം സ്ലിപ്പിന് ആവശ്യമായിട്ടുള്ള സൈസ് ഇതുപോലെ കൊടുക്കുക. ദെൻ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് എന്നുള്ള ഫോൾഡറിന് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോ എന്ത് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ടായിട്ട് വെച്ച് കൊടുക്കുക. ദെൻ ഷേപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഷേപ്പ് എന്ത് ചെയ്യുക, ഈ ഫോട്ടോയ്ക്ക് വെച്ച് കൊടുക്കുക. ദെൻ അതിൻ്റെ ട്രാൻസ്പെറൻസി അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അതേപോലെ ഞാൻ ഇതിൽ നെയിം സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു ഷേപ്പ് കൂടെ എടുത്തിട്ട് അതിൻ്റെ കളർ ഞാൻ എന്ത് ചെയ്യുകയാണ്, ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ഇനി നമുക്ക് പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതേപോലെ അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ആക്കണമെങ്കിൽ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന ഫോണ്ട് എന്നുള്ള ഓപ്ഷനിൽ ഫോണ്ട് ചേഞ്ച് ആക്കാം. അതേപോലെ കളറ് ആവശ്യമുണ്ടെങ്കിൽ കളറും ചേഞ്ച് ചെയ്യാം. ദെൻ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് കൂടി ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാനുള്ളത് ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ കറക്റ്റ് പറയുന്നുണ്ട്. അപ്പം അത് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് പാർട്ട് കൊടുക്കാം. ദെൻ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്തെടുക്കാം. ഇതിലൊരു സ്റ്റിക്കർ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെയിം സ്ലിപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ദെൻ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇത് A3 സൈസിലോട്ടേക്ക് സെറ്റാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ക്യാൻവ ഓപ്പൺ ചെയ്തിട്ട് കസ്റ്റം സൈസ് എന്നുള്ള ഓപ്ഷനിൽ 297 വിഡ്ത്തും 420 ഹൈറ്റും സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള നെയിം സ്ലിപ്പ് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്ത് വെക്കുക. ദെൻ ഇതുപോലെ ഒരു പേജിൽ 30 എണ്ണം എന്നുള്ള രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നെയിം സ്ലിപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ PDF ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.